ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സെൻസസ് നടപടികൾ അടുത്ത മാസം 1 മുതൽ ആരംഭിക്കും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസാണിത്. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. സംസ്ഥാനത്ത് സപ്ലൈകോ ഈസ്റ്റർ വിഷു ഫെയറുകൾ ഏപ്രിൽ 1 മുതൽ 14 വരെ സംഘടിപ്പിക്കും. ഗാർഹിക LPG, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിതരണത്തിൽ സംസ്ഥാനത്ത് യാതൊരു പ്രതിസന്ധിയും നിലവിലില്ലെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമബംഗാളിലെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭയിൽ ഇന്ന് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബിൽ ശബ്ദ വോട്ടോടെ പാസാക്കി. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സമ്മർദ്ദം പരിഹരിക്കുന്നതിനും ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഒരു പ്രധാന ഘടകമാണെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബിൽ പാസാക്കിയ ശേഷം ലോക്സഭയിൽ പറഞ്ഞു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ച KYC മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഉപഭോക്തൃ വിവരങ്ങളുടെ രഹസ്യാത്മകത സൂക്ഷിക്കാൻ ബാങ്കുകൾ ബാധ്യസ്ഥരാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ 16ാമത് സെൻസസ് നടപടികൾ അടുത്ത മാസം 1-ാം തീയതി മുതൽ ആരംഭിക്കും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസാണിത്. ഇന്ത്യൻ രജിസ്ട്രാർ ജനറലും സെൻസസ് കമ്മീഷണറുമായ മൃത്യുഞ്ജയ് കുമാർ നാരായൺ ന്യൂഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. വിശദാംശങ്ങളിലേക്ക്. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് പൂർത്തിയാക്കുന്നത്. ഇതിൽ 2ാം ഘട്ടത്തിൽ ജാതി കണക്കെടുപ്പും ഉൾപ്പെടും. ആദ്യഘട്ടത്തിൽ വീടുകളുടെ പട്ടികപ്പെടുത്തലും വ്യക്തികൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്വയം എണ്ണൽ സൗകര്യവുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ 1-നും ഓഗസ്റ്റ് 31-നും ഇടയിലുള്ള നിശ്ചിത 15 ദിവസത്തിനുള്ളിൽ സ്വയം എണ്ണൽ പൂർത്തിയാക്കിയ ശേഷം സെപ്റ്റംബർ 30ഓടെ വീടുകളുടെ പട്ടികപ്പെടുത്തൽ നടപടികൾ അവസാനിക്കും. 16 ഭാഷകളിൽ ലഭ്യമായ പോർട്ടൽ വഴിയും മൊബൈൽ ആപ്പ് വഴിയുമാണ് വിവരങ്ങൾ ശേഖരിക്കുകയെന്നും ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്ക് സൃഷ്ടിക്കുന്നതിന് വെബ് മാപ്പിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമെന്നും കമ്മീഷണർ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് സപ്ലൈകോ ഈസ്റ്റർ വിഷു ഫെയറുകൾ ഏപ്രിൽ 1 മുതൽ 14 വരെ സംഘടിപ്പിക്കും. സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ ഒഴികെയുള്ള വിൽപ്പനശാലകളാണ് ഈസ്റ്റർ വിഷു ഫെയറുകളായി മാറുന്നത്. വിഷു കൈനീട്ടം, 16 അവശ്യ സാധനങ്ങൾ അടങ്ങിയ വിഷുക്കണി, പ്രത്യേക കിറ്റ് എന്നിവ സപ്ലൈകോ വിഷുവിനോടനുബന്ധിച്ച് ഒരുക്കുന്നുണ്ട്. കുവൈറ്റിലെ ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അനുശോചനം രേഖപ്പെടുത്തി. മരിച്ച വ്യക്തിയുടെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും സഹായവും നൽകുന്നതിനായി കുവൈറ്റ് അധികൃതരുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണെന്ന് എംബസി സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. സംസ്ഥാനത്ത് ഗാർഹിക LPG, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിതരണത്തിൽ യാതൊരു പ്രതിസന്ധിയും നിലവിലില്ലെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ അറിയിച്ചു. കൊമേഴ്ഷ്യൽ LPG വിതരണവുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ മാത്രമേ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. ഫാർമസ്യൂട്ടിക്കൽ, റെയിൽവേ, കാറ്ററിംഗ് അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് അവരുടെ ആവശ്യകതയുടെ 100%, ഹോട്ടൽ, റെസ്റ്റോറന്റ്, വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ആവശ്യകതയുടെ 62% LPG വിതരണം നടത്താൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് LPG, PNG, സിറ്റി ഗ്യാസ്, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിതരണം നിരീക്ഷിക്കുന്നതിനായി ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന LPG വാർ റൂം പ്രവർത്തനം ആരംഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്കുള്ള പരാതികളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട നമ്പർ ഇനി പറയുന്നു: 1800-425-0290. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമബംഗാളിലെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. തമിഴ്നാട്ടിലെ 234 മണ്ഡലങ്ങളിലും ഏപ്രിൽ 23-ന് ഒറ്റഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. പശ്ചിമബംഗാളിൽ 152 മണ്ഡലങ്ങളിലേക്കാണ് 23-ന് വോട്ടെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് 10 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. LDFന്റെ പ്രചാരണാർത്ഥം മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ പിണറായി വിജയന്റെ കൊല്ലം ജില്ലയിൽ പര്യടനം നടത്തി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്, CPIM ജനറൽ സെക്രട്ടറി MA ബേബി എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. NDAയ്ക്കായി CK പത്മനാഭൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. BJP നേതാവ് ഖുശ്ബു സുന്ദർ നാളെ കോഴിക്കോട് മാവൂരിൽ NDAയ്ക്കായി പ്രചാരണത്തിനെത്തും. UDFനായി
ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് പത്തനംതിട്ടയിലും കോട്ടയത്തും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. ഏപ്രിൽ 9 സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ കോഴിക്കോട് പ്രചാരണം ശക്തമാക്കിയ മുന്നണികൾ മണ്ഡല പര്യടനവും ഭവന സന്ദർശനവും പ്രമുഖ വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ചകളും റോഡ് ഷോകളുമായി നിറഞ്ഞു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. തെരഞ്ഞെടുപ്പ് റാലികളും റോഡ് ഷോകളും ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. UDF പ്രചാരണത്തിനായി AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ, ജനറൽ സെക്രട്ടറിമാരായ ദീപാദാസ് മുൻഷി, KC വേണുഗോപാൽ തുടങ്ങിയവർ ഇതിനകം പ്രചാരണത്തിനെത്തി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നാളെ നാദാപുരം, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കൊയിലാണ്ടി മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്നുണ്ട്. CPM ജനറൽ സെക്രട്ടറി MA ബേബി കുറ്റ്യാടി, പേരാമ്പ്ര, ബാലുശ്ശേരി, കൊയിലാണ്ടി മണ്ഡലങ്ങളിൽ ഇന്ന് വിവിധ പരിപാടികൾ സംബന്ധിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യാഴാഴ്ച കോഴിക്കോട് ബീച്ചിൽ റാലിയിൽ സംബന്ധിക്കുന്നുണ്ട്. NDAക്കായി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ശോഭ കരന്തൽജെ എന്നിവർ കുന്നമംഗലം, ബേപ്പൂർ, നോർത്ത് മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി. നാളെ ഖുശ്ബു സുന്ദർ നോർത്തിൽ റോഡ് ഷോയിൽ സംബന്ധിക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വീട്ടിൽ വോട്ട് പ്രക്രിയയ്ക്ക് വിവിധ ജില്ലകളിൽ ഇന്ന് തുടക്കമായി. 85 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർ, 40% ഭിന്നശേഷിയുള്ളവർ, കിടപ്പ് രോഗികൾ എന്നിവർക്കാണ് ഹോം വോട്ടിംഗ് സൌകര്യം ഉള്ളത്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. നവി മുംബൈയിലേക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള പ്രതിദിന വിമാന സർവീസ് ആരംഭിച്ചു. ഇൻഡിഗോ എയർലൈൻസ് ആണ് സർവീസ് നടത്തുന്നത്. നവി മുംബൈയിൽ നിന്ന് രാവിലെ 10:35 പുറപ്പെട്ട് 12:45 തിരുവനന്തപുരത്തെത്തും. തിരികെ വൈകിട്ട് 5:05 പുറപ്പെട്ട് 7:15 നവി മുംബൈയിലെത്തും. മുംബൈയിലേക്കുള്ള പ്രതിദിന സർവീസുകൾക്ക് പുറമെയാണ് നവി മുംബൈ സർവീസ്. ഗൾഫ് മേഖലയിലെ അലുമിനിയം ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ അലുമിനിയം വില കുതിച്ചുയരുന്നു. ലണ്ടൻ മെറ്റൽ എക്സ്ചേഞ്ചിൽ അലുമിനിയം വില ഇന്ന് 6% വർദ്ധിച്ചു. UAEയിലെ എമിറേറ്റ്സ് ഗ്ലോബൽ അലുമിനിയം ബഹ്റൈൻ എന്നീ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ സ്റ്റീൽ പ്ലാന്റുകൾക്ക് നേരെ US ഇസ്രായേൽ സഖ്യം നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഗൾഫ് രാജ്യങ്ങളിലെ വ്യവസായ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ കനത്ത നഷ്ടം. സെൻസസ് 1635 പോയിന്റ് താഴ്ന്ന് 71,947-ലും നിഫ്റ്റി 488 പോയിന്റ് കുറഞ്ഞ് 22,331-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 1,80,720 രൂപയും ഗ്രാമിന് 13,590 രൂപയുമാണ് ഇന്നത്തെ വില. വിഴിഞ്ഞം തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി പോയ ലോറിയിൽ നിന്നും കല്ല് തെറിച്ചു വീണുണ്ടായ അപകടത്തിൽ മരിച്ച ബൈക്ക് യാത്രികനായിരുന്ന BDS വിദ്യാർത്ഥിയുടെ ആശ്രിതർക്ക് അദാനി പോർട്സ് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകിയതായി ജില്ലാ കളക്ടർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചു. മരിച്ചയാളുടെ കുടുംബത്തിന് നൽകിയ നഷ്ടപരിഹാരത്തിന്റെ വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹരിപ്പാട്, കായംകുളം, ചെങ്ങന്നൂർ, മാവേലിക്കര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. തഴക്കര ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പൊതുനിരീക്ഷകർ പദം സിംഗ് അൽമ, ചെലവ് നിരീക്ഷകരായ ഭാരതി ശർമ്മ, യോഗിത ശർമ്മ, പോലീസ് നിരീക്ഷകൻ അഭിജിത്ത് ബാനർജി എന്നിവർ തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഖേലോ ഇന്ത്യ വനിതാ ബാസ്കറ്റ്ബോൾ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ പ്രൊവിഡൻസ് HSS കോഴിക്കോട് കിരീടം ചൂടി. ഫൈനലിൽ പ്രൊവിഡൻസ് HSSന്റെ തന്നെ A, B ടീമുകൾ തമ്മിലായിരുന്നു പോരാട്ടം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് സെൻസസ് നടപടികൾ അടുത്ത മാസം 1 മുതൽ ആരംഭിക്കും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8ാമത്തെ സെൻസസാണിത്. രാജ്യത്തെ ബാങ്കിംഗ് മേഖലയെ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. സംസ്ഥാനത്ത് സപ്ലൈകോ ഈസ്റ്റർ വിഷു ഫെയറുകൾ ഏപ്രിൽ 1 മുതൽ 14 വരെ സംഘടിപ്പിക്കും. ഗാർഹിക LPG, പെട്രോൾ, ഡീസൽ എന്നിവയുടെ വിതരണത്തിൽ സംസ്ഥാനത്ത് യാതൊരു പ്രതിസന്ധിയും നിലവിലില്ലെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും പശ്ചിമബംഗാളിലെ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനുമുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആരംഭിച്ചു. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.